തമിഴ്നാട്ടിൽ നിന്നുള്ള 14 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. സമുദ്രാതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചാണ് അറസ്റ്റ്. ഇവരുടെ ബോട്ടും പിടികൂടി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. റഹീസ്, ഇത് അവരുടെ മോചനം സാധ്യമാക്കുന്നത് ഏത് രീതിയിലാകും? ആശ്മി, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രശ്നം അതിരൂക്ഷമാണ്. നേരത്തെ മുതൽ തന്നെ ഈ ശ്രീലങ്കൻ നാവികസേന തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 14 ദിവസത്തിനിടയിൽ 58 മത്സ്യത്തൊഴിലാളികളെയാണ് ഇത്തരത്തിൽ ശ്രീലങ്കൻ നാവികസേന സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും 12 പേരെ വിട്ടു നൽകുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി ഇന്ന് രാവിലെയാണ് 14 മത്സ്യത്തൊഴിലാളികളെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ രാമേശ്വരത്ത് നിന്ന് പോയവരെയാണ് പിടികൂടിയിരിക്കുന്നത്. 2 ബോട്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ വിട്ടയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. 2 ദിവസം കസ്റ്റഡിയിൽ വെക്കും, ശേഷം ബോട്ട് ഉൾപ്പെടെ ഇവർ തിരിച്ചു മടക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരുടെ ബോട്ട് പിടിച്ചു വെക്കുന്നു. ഒപ്പം തന്നെ ആ ബോട്ടിൻ്റെ ഓണർഷിപ്പ് ശ്രീലങ്കൻ നാവികസേന ഏറ്റെടുക്കുന്നു. അവരുടെ ആവശ്യത്തിന് വേണ്ടി ആ ബോട്ട് ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഈ പിടികൂടുന്ന മത്സ്യത്തൊഴിലാളികളുടെ മേൽ ഭീമമായിട്ടുള്ള പിഴ ചുമത്തുന്നു എന്നതടക്കമുള്ള മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പലതവണ ഈ മത്സ്യത്തൊഴിലാളികൾ കണ്ടു. 2 ദിവസം മുമ്പ് ഈ ഒരു പാമ്പനിൽ വലിയൊരു സമരം നടത്തുകയും ഉണ്ടായി മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ ഇതൊന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. രാഹുൽ ഗാന്ധി അടക്കം ഇടപെട്ട് അമിത്ഷായ്ക്ക് കത്ത് നൽകിയൊരു വിഷയമാണ്. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കത്ത് നൽകിയ വിഷയമാണ്. പക്ഷേ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം തുടരുകയാണ്. എന്തായാലും ഇവരുടെ മോചനം ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവരുടെ ബോട്ടും ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുക്കാനാണ് സാധ്യത. ഹാഷ്മി. ഓക്കെ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പെട്ടെന്ന് മോചനം സാധ്യമാവട്ടെ.